നമ്മൾ പഴയ മോഡൽ ഒരു ഫ്രിഡ്ജിൻ്റെ തെർമോസ്റ്റാറ്റ് മാറാൻ പോവുകയാണ്. അതായത് ഈ ഫ്രിഡ്ജിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് കംപ്രസർ വർക്ക് ചെയ്യുക. കൂളായി കഴിഞ്ഞാലും കട്ട് ഓഫ് ആവാതെ കംപ്രസർ വർക്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പുതിയൊരു തെർമോസ്റ്റാറ്റ് മേടിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പഴയത് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ വെളിയിലാണ് വരുന്നത്. ഇതിൻ്റെ പുറത്തൊരു കവറും കൂടെ വരുമായിരുന്നു. പിന്നെ കവർ ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സാധനം. നമുക്ക് സിമ്പിളായിട്ട് മാറാമേ ഉള്ളൂ. ഇതിനകത്ത് 2 കണക്ഷൻ വരുന്നുണ്ട്. ഈ 2 കണക്ഷൻ മാറിപ്പോവാതെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. കണക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ മാറിപ്പോകാതെ ശ്രദ്ധിക്കുക. ഏകദേശം ഇതിൻ്റെ അകത്തേക്കാണ് ഇനി പോയിട്ട് പോയേക്കുന്നത്. ഇതാണ് തണുപ്പ് സെൻസ് ചെയ്യുന്ന സാധനം. അപ്പോൾ നമുക്കതിന് അകത്തുനിന്ന് ഊരിയെടുക്കണം. അപ്പോൾ എത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ. ഈ സാധനം അത് ഊരി അതെടുത്ത് വെക്കുക. നമുക്കിനി അതൊന്ന് അകത്ത് പീസ് ഇളക്കി എടുക്കാം. ഇതാണ് ഫ്രിഡ്ജ്. ഇതിൻ്റെ അടിവശത്താണ് വരുന്നത്. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് ആ കോയിൽ. ഇതിനാണ് സെൻസ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ് സിമ്പിളായിട്ട്. ഇങ്ങനെ വലിച്ചാൽ മതി. ഈ വെളിയിൽ നമുക്ക് വലിച്ചങ്ങ് എടുക്കണം. ഇതാണ് സാധനം. ഇത് കംപ്ലൈൻ്റ് ആണ്. ഓവറായിട്ട് കംപ്രസർ വർക്ക് ചെയ്യുക. തണുപ്പുണ്ടെങ്കിലും കംപ്രസർ കട്ട് ഓഫ് ആവും. നമുക്കിനി ഇത് വലിച്ച് വെളിയിൽ നിന്ന് എടുക്കാം. ഇച്ചിരി ചടങ്ങുണ്ടെന്ന് തോന്നുന്നു. ടൈറ്റാണ്. നമുക്ക് അവിടെ തള്ളി കൊണ്ടുപോകാം. നമ്മളിത് ഇച്ചിരി ബാക്കിലോട്ട് ഗ്രില്ല് മാറ്റിയിട്ട് അടിയിൽ ഊരി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എന്തായാലും. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. വർഷം കുറേ ആയതാണ് തോന്നുന്നു. അപ്പം ഒരു പരിവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെയിം സാധനം വേറെ മേടിച്ചിട്ടുണ്ട്. നമുക്കിത് ഇതിനകത്ത് കയറ്റി വെക്കണം. നൂത്തെടുക്കാം. നമ്മളങ്ങനെ ഇത് നൂത്തെടുത്തുണ്ട്. ഇനി ഊരി അതേപോലെ തന്നെ നമുക്ക് ഇതൊരു കയറ്റി വേണം തിരിച്ച്. വളയാതെ കയറ്റി വിട്ടാൽ പെട്ടെന്ന് കയറി പോകും. നമുക്കിനി അകത്തൊന്ന് റെഡിയാക്കാം. അകത്ത് ഇതേപോലെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ തള്ളിവിടാം. ഇവിടുന്ന് വലിച്ചാൽ ചിലപ്പോൾ അവിടെ വളഞ്ഞ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇത്ര നമ്മൾ തള്ളി കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കണക്ഷൻ കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാം. മാറിപ്പോകാതെ നീല മുകളിലായിരുന്നു അതേപോലെ തന്നെ കൊടുക്കുക. അടിയിൽ നോമ്പോ അതും കൊടുക്കാം. അപ്പോൾ അതിലുണ്ട് നമ്മൾ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പരിപാടി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ കവർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ കവർ. ഈ കവർ നമുക്ക് ഇരുന്ന പോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്തൊരു വെട്ടുണ്ട്. ആ വെട്ടിനകത്തോട്ട് ഇറക്കി വെക്കണം തെർമോസ്റ്റാറ്റ്. ഇതിൻ്റെ അകത്താണ് വെട്ട് വരുന്നത്. ആ രീതിയിൽ വെക്കുക. എന്നിട്ട് മേളത്തെ ലോക്കും കൂടെ നമുക്ക് സെറ്റ് ചെയ്യണം. അതിന് ഒരു സ്ക്രൂ ഉണ്ട്. അങ്ങോട്ട് കൊടുക്കാം. നമ്മുടെ ഒരു സ്ക്രൂ ഉണ്ട്. നമ്മുടെ മുറുക്കാം. അത് മുകളിൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മുകളിലെ നോബ് ഇട്ട് കൊടുക്കാം.
അതോടുക. ഇത്രയുള്ള പരിപാടി. ഇത് ഫുള്ള് ഇതിലോ നമുക്ക് ഡീഫ്രോസ് ചെയ്യുന്ന സ്വിച്ചാണ്. നേരത്തെ വെച്ചാൽ ഡീഫ്രോസ് ആവും. എന്തായാലും ഇനി ഓണാക്കാം. ഇനി ഗ്രില്ലൊക്കെ പിടിച്ചിടാം. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വെച്ച് കോട്ട് വെക്കാം. പക്ഷേ നമുക്ക് ഈ പീസ് എടുത്തതിൻ്റെ ഇടയിലൊക്കെ കയറ്റി വെക്കണം. ഫുള്ള് ഇതിനകത്ത് കൊള്ളിച്ച് വെക്കണം. എന്തായാലും ഇത് കയറ്റി വെക്കാം. നമ്മൾ ആ പീസ് അവിടെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുറുക്കിയത് താണ്ട് ഈ സാധനം വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്തത്. നീളം കുറഞ്ഞ സ്ക്രൂ ഡ്രൈവർ ഇല്ലാത്ത കാരണം നമ്മളിത് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തങ്ങനെ. അപ്പോൾ അത് അവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓണാക്കാം. എന്തായാലും അതാണ് ഏറ്റവും ലോ ആക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് കട്ട് ഓഫ് ആവുന്നതെന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയുണ്ട്. ഇത്ര നേരം നമുക്ക് പഴയത് വെക്കുമ്പോൾ കണ്ടിന്യൂ ആയിട്ടൊരു 5 മിനിറ്റ് റെസ്റ്റ്, ഏകദേശം 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് ഫുള്ള് കട്ട് ഓഫ് ആവാതെ ഒക്കെ ഉള്ളത് കട്ട് ഓഫ് ആവുന്നതാണ്. പഴയ ഇരുന്നത് പെട്ടെന്ന് റീസ്റ്റാർട്ട് ആകുമായിരുന്നു കംപ്രസർ. നമ്മൾ ഏറ്റവും കുറച്ചിട്ടാലും റീസ്റ്റാർട്ട് ആകുമായിരുന്നു. നമുക്ക് ഇനിയിപ്പോൾ നോക്കാം. തണുപ്പായി കഴിഞ്ഞിട്ട് കട്ട പിടിക്കുന്നുണ്ടോ, റീസ്റ്റാർട്ട് പെട്ടെന്ന് ആവുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇത്രയുള്ള നമ്മുടെ തെർമോസ്റ്റാറ്റ് മാറുന്ന പരിപാടി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. പഴയ ഫ്രിഡ്ജിൻ്റെ ആയതുകൊണ്ട് ഇത് പുറത്ത് വരുന്നത്, അല്ലെങ്കിൽ പുതിയ മോഡലിലേക്ക് അടുത്ത സൈഡായിരിക്കും വരുന്നത്. ഇതേപോലെ നമുക്ക് മാറാനേ ഉള്ളൂ. മാറുന്നതിന് മുമ്പ് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കേബിൾ ഊരിയിടാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ.